ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്നെന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു കിടിലൻ ജെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിനുള്ള കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാം. 1/2 ലിറ്റർ പാൽ, ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം കുറച്ച് കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് പാലിലേക്ക് ചേർത്ത് ചെറു തീയിൽ വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അടുത്തത് ഇതിലേക്കൊരു ജെല്ലി തയ്യാറാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ജെല്ലി തയ്യാറാക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഒരു 3 സ്പൂണോളം പഞ്ചസാരയും ഒരു 5 ഗ്രാം ചൈന ഗ്രാസും നന്നായിട്ട് തന്നെ ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 2-3 തുള്ളി വാനില എസൻസ് കൂടെ ചേർക്കാം. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഐസ് ട്രേയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ജെല്ലിയുടെ മിക്സ് ഒഴിക്കുകയാണ്. ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി കുറച്ച് വന്നിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ പിസ്ത എസൻസ് കൂടെ ഒഴിച്ചിട്ട് പിസ്ത ജെല്ലിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് 2 ജെല്ലിയും സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ ബോൾ ജെല്ലിയും അതുപോലെ ഇത് നമ്മുടെ പിസ്ത ജെല്ലിയും. നമ്മൾ ഫ്രിഡ്ജിൽ ആദ്യം തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കി തണുപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. ഇതൊക്കെ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബോൾ ജെല്ലിയും അതുപോലെ തന്നെ പിസ്ത ജെല്ലിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ആ കസ്റ്റാർഡിനിടയ്ക്ക് ആ ജെല്ലി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.